ഒരു മധ്യസ്ഥൻ ഒരിക്കലും സ്വന്തം താല്പര്യങ്ങൾ ഒരു രാജ്യത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. മറിച്ച് ചർച്ചകൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇരു രാജ്യങ്ങളോടും, അതായത് ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്ന ഈ ഒരു ഘട്ടത്തിൽ ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഇരു രാജ്യങ്ങളോടും ഇവിടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് ഖത്തർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഖത്തർ മുന്നിട്ടിറങ്ങിയതോടുകൂടി തന്നെ ഇപ്പോൾ മറ്റൊരു രീതിയിൽ കൂടി ഇവിടെ വേറൊരു രാജ്യം കണ്ണീർ പൊഴിക്കുന്നതായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ആകട്ടെ ഇപ്പോൾ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത്. ആദ്യ പാതയിൽ പാകിസ്ഥാൻ ആകട്ടെ ഇറാൻ US ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കാൻ മുന്നിട്ട് നിന്നെങ്കിൽ പോലും അവരെ കൊണ്ട് ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ മറിച്ച് ഇപ്പോൾ സ്വന്തം രാജ്യത്തെ അവിടെ കടക്കണിയിലേക്ക് തള്ളിവിടുക മാത്രമായിരുന്നു പാകിസ്ഥാൻ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഖത്തർ ആകട്ടെ ആ സ്ഥാനം ഏറ്റെടുത്തതോടുകൂടി തന്നെ ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കും വ്യക്തമായൊരു നിലപാടാണ് ഇവിടെ തുറന്നു കാണിച്ചിരിക്കുന്നത്. ആഗോള തർക്കങ്ങൾ പരിഹരിക്കാൻ നയതന്ത്രവും ചർച്ചകളും മാത്രമാണ് ഏക പോംവഴി എന്നതാണ് അവർ ലണ്ടൻ കോൺഫറൻസിൽ ഖത്തർ വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള ആഗോള തർക്കങ്ങൾ പരിഹരിക്കാൻ നയതന്ത്രവും ചർച്ചകളും മാത്രമാണ് ഏക പോംവഴിയെന്നും അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണ് എന്നും ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം എടുത്തു സൂചിപ്പിക്കുന്നത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവായ ഡോക്ടർ മാജിദ് അൽ അൻസാരിയും വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് അൽ ഗുഫയിലുമാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ലണ്ടനിലെ പ്രശസ്തമായ ചാദിം ഹൗസിൽ നടന്ന ലണ്ടൻ കോൺഫറൻസ് 2026 സംസാരിക്കവെയാണ് ഇരു നേതാക്കളും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കുക എന്നത് ഖത്തറിനെ സംബന്ധിച്ച് കേവലം ഒരു വിദേശ നയം മാത്രമല്ല, അല്ലെങ്കിൽ അത്തരം ഒരു നയതന്ത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന കർത്തവ്യമാണ് എന്നും സഹമന്ത്രി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നതാണ് ഖത്തറിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 7 മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വിഭാഗങ്ങളുമായും ഒരേ സമയം മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഖത്തറിന്റെ ശൈലി. എല്ലാ കക്ഷികളോടും സംസാരിക്കുന്നു എന്നതിനർത്ഥം അവരുടെ നിലപാടുകളെ ഖത്തർ അംഗീകരിക്കുന്നു എന്നതല്ല. പ്രതിസന്ധി ഘട്ടങ്ങളിലും ചർച്ചകളുടെ വാതിലുകൾ തുറന്നിടുക എന്നത് ഒരു മധ്യസ്ഥ രാജ്യം ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പരസ്പര ധാരണയിൽ എത്തിയവർക്ക് നൽകുന്ന ഒരു സമ്മാനമല്ല ചർച്ചകൾ, മറിച്ച് ധാരണയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരേ ഒരു വഴിയാണ്. നയതന്ത്രത്തിന്റെ വിജയം അളക്കേണ്ടത് വലിയ വാർത്താ തലക്കെട്ടുകൾ നോക്കിയല്ല, മറിച്ച് അതുണ്ടാകുന്ന സുസ്ഥിരമായ ഫലങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് എന്നതും ഇവിടെ എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വിജയകരമായ മധ്യസ്ഥതയ്ക്ക് 3 പ്രധാന തൂണുകൾ ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവരിലേക്കുമുള്ള പ്രവേശനം, വിശ്വസ്തത, കഠിനാധ്വാനം, അതേപോലെ തന്നെ ദക്ഷിണാഫ്രിക്കൻ മുൻ പ്രസിഡന്റായ നെൽസൺ മണ്ടേലയുടെ ശത്രുവുമായി തന്നെ സമാധാനത്തിലേക്കാകണമെന്നും നിങ്ങൾ ശത്രുവിനൊപ്പം ഇരുന്ന് ജോലി ചെയ്യണമെന്ന വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രസംഗം അവസാനിപ്പിച്ചത്. അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, ഗാസ, ചാഡ് എന്നീ സ്ഥലങ്ങളിലെല്ലാം തന്നെ അവിടെ ഈ ഇടങ്ങളിൽ ഖത്തർ നടത്തിയ വിജയകരമായ ഇടപെടലുകൾ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യം ഇവിടെ എടുത്തു സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു മധ്യസ്ഥന് ഒരിക്കലും സ്വന്തം താല്പര്യങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല, മറിച്ച് ചർച്ചകൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുക മാത്രമാണ് ലക്ഷ്യം. ആഗോള നയതന്ത്രത്തിൽ സൈനികമോ സാമ്പത്തികമോ ആയ ശക്തിയേക്കാൾ വിശ്വസ്തത കൊണ്ട് സ്വാധീനമുണ്ടാക്കുന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രസക്തി ഇന്ന് വർദ്ധിച്ചു വരികയാണ് എന്നും ഖത്തർ പ്രതിനിധി ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ വാക്കുകളാട്ടെ വാൾമുന പോലെ ഇപ്പോൾ നെഞ്ചിൽ തുളച്ചു കയറുന്നത് പാകിസ്ഥാന്റെ നെഞ്ചിലേക്ക് തന്നെയാണ്. കാരണം ആദ്യം ഇറാൻ US സംഘർഷം അവിടെ ഒരു പരിധി വരെ അത് ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ വളരെയധികം പ്രയത്നിച്ച ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. എന്നാൽ അവരുടെ കൈകളിൽ നിന്നും ഈ ഒരു രീതി, അല്ലെങ്കിൽ അവരുടെ പിടിപ്പുകേടോ എന്ത് തന്നെ ആയാൽ പോലും ആ രാജ്യത്തിന് ഈ ഒരു സംഘർഷത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ പിന്നീട് ഇപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് ഖത്തർ വരികയും അവരുടെ നിലപാട് വളരെ സ്പഷ്ടമായി തന്നെ ഇവിടെ എടുത്തു പറയുകയുമാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.